ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യില്ല എന്നുള്ള രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അയ്യോ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കോൺട്രവേഴ്സി ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. സാറിൻ്റെ കൂടെ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്കൊരു ബ്യൂട്ടിഫുള്ളായ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ സാറിൻ്റെ കൂടെ ഇനിയും കുറേ പടങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് ഈസി അല്ലല്ലോ, നമ്മളൊരു കഥ പറയണം, സാറിനത് ഇഷ്ടപ്പെടണം, അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ സാറിൻ്റെ ലാൽ സാറിനോട് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഐ എം നോട്ട് ട്രൈയിങ് ടു ബി പൊളിറ്റിക്കലി കറക്റ്റ് ഓൾസോ ഹിയർ. പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അത്രയും ഹൈപ്പൊക്കെ കുറേ നമ്മൾ നിറയെ പടത്തിൽ നമ്മൾ കൊടുത്തതാണ്. ധോനക്ഷത്രമൊക്കെ പടം ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ട്രെയിലർ ഇറങ്ങി, ഒരു ടീസർ ഇറങ്ങി, അത് ഭയങ്കര വൈറലായി. പിന്നെ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂടിപ്പോയി. പിന്നെ പടം റിലീസാകുന്നത് അതൊക്കെ പ്രശ്നങ്ങളായി. കുറേ ഞാനിങ്ങനെ സാറിൻ്റെ ഒരു ഫിലിംസായിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് റിയലി ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. ആൻഡ് അതിലൊരു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒരു എക്സ്ട്രാ എഡ്ജ് ആയിട്ടൊരു വേറെ ഒരു പെർഫോമൻസ് സാർ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതൊരു നമ്മളൊരു പാർട്ടിക്ക് പോയാൽ നമ്മളെല്ലാവരും ഒന്ന് ചെയ്യില്ലേ, അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഒരു സിനിമാറ്റിക് ആയിട്ട് വേണ്ട, പക്ഷെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് കം ഔട്ട് വെൽ, സ്വീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വന്നപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് വന്നത്, ഒരുപാട് ഹൈപ്പ് കൊടുക്കാത്ത രീതിയിൽ. അപ്പോൾ സിനിമയ്ക്ക് ഇത്ര ഒരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുന്നു തോന്നുന്നതാണോ? അത്രയും അങ്ങനെയല്ല, ഹൈപ്പൊക്കെ കുറേ നമ്മൾ നിറയെ പടത്തിൽ നമ്മൾ കൊടുത്തതാണ്. ധോനക്ഷത്രമൊക്കെ പടം ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ട്രെയിലർ ഇറങ്ങി, ഒരു ടീസർ ഇറങ്ങി, അത് ഭയങ്കര വൈറലായി. പിന്നെ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂടിപ്പോയി. പിന്നെ പടം റിലീസാകുന്നത് അതൊക്കെ പ്രശ്നങ്ങളായി. ഇത് ഇങ്ങനെ എനിക്ക് ബേസിക്കലി കുറച്ച് ലോക്കി ആയിട്ട് ഒരു പടം നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ ബെറ്ററാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു വിഷയമാണ്. അത് നടന്നു, ഇതിലാണ് നടന്നു. സാറിന് എല്ലാ സിനിമകളും എടുത്തത് തന്നെ ഒരു മലയാളം ടച്ച് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കൊടുക്കണ്ടോ? അല്ലെങ്കിൽ നടനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറില്ല? അതിൻ്റെ എന്താണ് ഈ പടത്തിൽ തമിഴ് ടച്ച് ഉണ്ട് അത്ര അല്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അത് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗംഭീരമായിട്ട് വിജയമാവട്ടെ. താങ്ക് യു. ഓക്കെ, മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു സിനിമ എഴുതണ്ട, അതെ അതെ സാർ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഈ ഫൈറ്റ്സും സോങ്സിലൊക്കെ സാറ് ജസ്റ്റ് ഇത്രയും മതി, ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. ചില വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് സാർ ഓക്കെ എന്ന് പറഞ്ഞു. ചില വിഷയങ്ങൾ എനിക്ക് തന്നെ തോന്നി ഇത് വേണ്ട, അത് എക്സ്ട്രാ ആണ്, നമ്മൾ ഈ മീറ്റർ തന്നെ പിടിച്ചിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞു. സോ ഇറ്റ് നൈസ് കൊളാബറേറ്റീവ് എക്സ്പീരിയൻസ്. ഈ റിവ്യൂവേഴ്സിനൊക്കെ പേടിക്കുന്നുണ്ടോ? അല്ല, നല്ല റിവ്യൂസ് വരുന്നത് ഭയങ്കര കാര്യമാണ്, അത് യൂഷ്വലായിട്ട് വരില്ല. ബട്ട് ഫിലിംസ് ഹാവ് ഡൺ വെൽ. സോ അത് ഞാൻ ശരിക്കും വായിക്കാറില്ല. ഗുഡ് റിവ്യൂസ് ആൻഡ് ബാഡ് റിവ്യൂസ്. ബാഡ് റിവ്യൂസ് പറഞ്ഞാൽ പടത്തിനെ പറ്റിയ ഒരു ഇങ്ങനെ നെഗറ്റീവായിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഡസൻ എഫക്ട് മീ ബിക്കോസ് ഐ ഡോണ്ട് റീഡ്, വിച്ച് ഇസ് മൈ ഫോൺ ഇസ് മോസ്റ്റ്ലി ഓഫ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പടം തിയേറ്ററിൽ കാണുമ്പോൾ ആ വൈബ് നമുക്ക് കിട്ടും. ഇത് വർക്കായോ ഇത് വർക്കായില്ല, ആ വൈബ് നമുക്ക് കിട്ടും, അത് മതി. ഈ സിനിമ ഇന്റർവ്യൂ സമയത്ത് ലാലേട്ടനെ കുറിച്ച് സിനിമ ചെയ്യുന്നുണ്ടോ, ഇല്ല അടുത്ത 10 പടം നമുക്ക് വെച്ച് ചെയ്യാൻ ഇഷ്ടമാണ്, ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യില്ല എന്നുള്ള രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അയ്യോ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കോൺട്രവേഴ്സി ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. സാറിൻ്റെ കൂടെ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്കൊരു ബ്യൂട്ടിഫുള്ളായ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ സാറിൻ്റെ കൂടെ ഇനിയും കുറേ പടങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് ഈസി അല്ലല്ലോ, നമ്മളൊരു കഥ പറയണം, സാറിനത് ഇഷ്ടപ്പെടണം, അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ സാറിൻ്റെ ലാൽ സാറിനോട് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഐ എം നോട്ട് ട്രൈയിങ് ടു ബി പൊളിറ്റിക്കലി കറക്റ്റ് ഓൾസോ ഹിയർ. പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കോൺട്രവേഴ്സി നക്ഷത്രത്തിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു പടത്തിൻ്റെ പോസ്റ്റർ, തിരുവനക്ഷത്രം വാച്ചിങ്. അത് ജസ്റ്റ് ഒരു ടച്ചാണ്, അത്ര വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് തിരുവനക്ഷത്രം? ഇപ്പോൾ ഒന്നുമില്ല. All the jokes in the movie, and I also liked it when they like the twists and turns in the movie. So yeah, we are actually today watching around all the theaters to see everybody's reaction. So if you guys are around, please come and watch. We'd be happy to meet you and get your reactions. Thank you. Acting, it was extremely nervous on the set because he's a legend, of course, and then I'm just a newbie. And to be part of a movie like this and to share screen space with him was something I couldn't have imagined in my wildest dreams. So yeah, happy, nervous, mixed emotions.